ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഗായത്രി എഴുതിയിരിക്കുന്ന മെയിലേക്ക് പോകാം. മാഡം, എൻ്റെ പേര് ഗായത്രി. എനിക്ക് 36 വയസ്സുണ്ട്. എൻ്റെ ഭർത്താവ് ഒരു ഡ്രൈവറാണ്. ഒരു മകൻ ഞങ്ങൾക്കുണ്ട്. അവൻ കൂടുതൽ സമയവും എൻ്റെ അമ്മയുടെ കൂടെയാണ്. ഞങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് 1 കിലോമീറ്റർ അകലെയാണ് എൻ്റെ അമ്മയുടെ വീട്. ഞാൻ മിക്കവാറും തനിച്ചായിരിക്കും ഒരു 10-11 മണി വരെ വീട്ടിലിരിക്കുന്നത്. ഭർത്താവ് ആ സമയത്തേക്ക് വരികയുള്ളൂ. അടുത്തെങ്ങും അധികം വീടുകളൊന്നുമില്ല. ഇതിൽ ഏറ്റവും വിശേഷപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയൊരു പാറയുണ്ട്. ആ പാറയോട് ചേർന്നാണ് ഞങ്ങളുടെ വീട്. പണ്ടത്തെ കാലത്ത് ആ പാറ അധികം ആളുകളൊന്നും ഉപയോഗിക്കുന്നതോ ആളുകൾ വരുന്നതോ ഒന്നുമല്ല. പക്ഷേ ഇപ്പോഴത്തെ കാലത്തില്ലേ മാഡം, ഒരു 3-4 വർഷമായിട്ട് ഈ യൂട്യൂബേഴ്സും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് അത് ഭയങ്കര ഫേമസായി. പല ആൾക്കാരും അവിടെ വന്നിരിക്കും. പിന്നെ ആണും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട്. നല്ല ഇരുട്ട് മങ്ങുന്നത് വരെ വന്നിരിക്കും. കാമുകന്മാരുടെ ചേഷ്ടകളൊക്കെ അന്നേരമാണ് ഞാൻ കാണാൻ തുടങ്ങിയത്. എൻ്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ കാണാം, ആ പാറയിൽ ചില മരങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ തണലിൽ വന്നിരുന്ന് അവർ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോലും ഞെട്ടിപ്പോകും. പെണ്ണുങ്ങളൊക്കെ ആണുങ്ങളുടെ മടിയിലും കിടക്കുകയാണ് മാഡം. അവളുമാരുടെ ചെയ്തികൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇത്തരം കഥകളൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചില പെണ്ണുങ്ങളൊക്കെ പറയും, വീഡിയോയിൽ ഞാനത് കണ്ടു എന്ന്. എനിക്കാണെങ്കിൽ വീഡിയോ പോലും കാണാൻ പേടിയായിരുന്നു. സ്ത്രീകൾ എങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കല്യാണം കഴിഞ്ഞ് 2-3 വർഷം ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നവുമില്ലായിരുന്നു. എങ്കിലും അദ്ദേഹത്തിന് ആക്രാന്തം ഇത്തിരി കൂടുതലായിരുന്നു. എല്ലാ ദിവസവും ഇനിയിപ്പം എന്ത് വന്നെന്ന് പറഞ്ഞാലും പുള്ളിക്ക് പ്രശ്നമില്ല. ഞാൻ പറയും, മാസത്തിൽ 5-6 ദിവസമെങ്കിലും നിങ്ങൾ എന്നെ ഒന്ന് ഒഴിവാക്കാമോ എന്ന്. പക്ഷേ ഭർത്താവിന് പറ്റില്ല. എനിക്ക് എത്ര വയ്യെങ്കിലും പുള്ളി ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന് സെർവ് ചെയ്യണം, വിളമ്പിക്കൊടുക്കണം, ഊട്ടണം. എങ്കിൽ മാത്രമേ പുള്ളി ഇരിക്കപ്പുറത്തേയുള്ളൂ. കുട്ടിയും കൊണ്ട് ജനിച്ചു കഴിഞ്ഞ് അടുത്ത വർഷമായപ്പോഴേക്കും പുള്ളി പിന്നെയും കൂടുതൽ ആവശ്യത്തോടുകൂടിയാണ് എന്നെ സമീപിച്ചത്. അത് കഴിഞ്ഞപ്പോൾ എന്നെ നിർബന്ധിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, വേറെന്ത് പറഞ്ഞാലും ഇതെന്നോട് പറയരുതേ, എനിക്കിത് പറ്റില്ലെന്ന്. അപ്പോഴേക്കും ഭർത്താവ് ശരിക്കും എന്നോട് ദേഷ്യപ്പെട്ടു. ശരി, ലോകത്തുള്ള മറ്റൊരു പെണ്ണുങ്ങൾക്ക് പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഡ്രൈവിങ്ങിന് പോകുമ്പോൾ പല പെണ്ണുങ്ങളെയും കാണുന്നുണ്ട്. പലരും എന്നോട് ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്, അവളുമാർക്ക് ഇതിലൊന്നും ഒരു പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ ഇനി നിൻ്റെ അടുത്ത് വരേണ്ട കാര്യമില്ലല്ലോ, ഭാര്യയാണെന്ന് പറഞ്ഞ് നിനക്ക് ചിലർ തരേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് അവളുമാർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റേതായ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടും എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു. അവസാനം മനസ്സോടു കൂടിയാണ് മാഡം ഞാൻ തല കൊണ്ട് അംഗം തുടങ്ങിയത്. ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടമല്ലെങ്കിലും നമ്മൾ തുടരേണ്ടി വരില്ലേ? അതാണ് മാഡം ഇന്ന് വരെ ഞാൻ തുടർന്നു പോകുന്നത്. അയാൾ എനിക്കൊരു ദിവസം പോലും സ്വസ്ഥത തന്നിട്ടില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, പൈസയൊക്കെ കറക്റ്റായിട്ട് എൻ്റെ കയ്യിൽ കൊണ്ടുത്തരും. പിന്നെ ഞങ്ങളുടെ ആ സൈഡിൽ, പാറയുടെ സൈഡിൽ അധികം വീടുകളില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. കുറച്ചു ദൂരെയായിട്ട് ഒരു ചേച്ചി ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്. ആ ചേച്ചിയുടെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാണ്. 2 പെൺമക്കളുണ്ട്, കല്യാണം കഴിഞ്ഞതാണ്. അവർ പൈസയൊക്കെ കൊടുക്കും. പുള്ളിക്കാരി മറ്റു ജോലിക്കൊന്നും പോകുന്നില്ല. അവിടെ തിന്നും കുടിച്ചും സുഖമായിട്ട് കഴിയുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമായിരുന്നു. പക്ഷേ എൻ്റെ ഭർത്താവിന് അവർ വന്നപ്പോൾ അടങ്ങിയിരിക്കാൻ പറ്റില്ല. അവരെ കിള്ളാനും നുള്ളാനും ചെന്നു. അവർക്കാണെങ്കിൽ പുരുഷന്മാരെ ഒട്ടും ഇഷ്ടമല്ല. മൃദുല വികാരങ്ങളില്ലാത്തൊരു സ്ത്രീയാണ്. ഭർത്താവ് ചതിച്ചാൽ പിന്നെ ആണുങ്ങളോട് ദേഷ്യമാണ്. ആണും പെണ്ണും കൂടെ ഒന്നിച്ച് നടക്കുന്നത് കാണുമ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് ആട്ടും തുപ്പുമാണ്. അതോടുകൂടി അവർ എന്നെയും ഭർത്താവിനെയും തെറി വിളിച്ചിട്ട് പോയതാണ്. അതുകൊണ്ട് വല്ലപ്പോഴും കണ്ടാൽ എന്നോടൊന്ന് ചിരിക്കും. അത്രമാത്രമേ ഉള്ളൂ സഹകരണം. അവർ തനിയെ ജീവിക്കുന്നെങ്കിലും അവർക്ക് നല്ല ധൈര്യമുണ്ട്. എനിക്ക് അത്രയും ധൈര്യമില്ല. പിന്നെ അടുത്തെങ്ങും വേറെ വീടുകളില്ലാത്തത് കൊണ്ടും മിക്കവാറും തനിയായതുകൊണ്ടും എൻ്റെ മനസ്സ് പാറയിൽ വരുന്ന ആൾക്കാരെയൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എൻ്റെ വീടിനകത്തെ ജനലിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ, ഇനി കർട്ടനിൽ കൂടി നോക്കിയാൽ തന്നെ പലവിധ കുത്സിത പ്രവർത്തനങ്ങളും കാണാൻ പറ്റും. നല്ല സുന്ദരന്മാരും സുന്ദരികളും ഒക്കെ അവിടെ വരാറുണ്ട്. അല്ലാത്ത ആൾക്കാരും വരാറുണ്ട്. ആദ്യമൊക്കെ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വെറുപ്പായിരുന്നു. ഇവർക്കൊന്നും വേറെ പണിയില്ലെന്ന് തോന്നും. ഞാനാണെങ്കിൽ ആദ്യകാലത്ത് അധികമൊന്നും ശ്രദ്ധിക്കില്ല. പിന്നെ ഞാനത് നോക്കാൻ തുടങ്ങിയാലും വീടിനകത്തിരുന്നാണ് നോക്കുന്നത്. ആർക്ക് ശല്യമില്ല. ആളുകൾ നോക്കുമ്പോൾ ആ ഭാഗത്ത് ആരും നോക്കാനില്ല. ആളുകളുടെ നടമാട്ടമില്ല. പിന്നെ 1-2 നല്ല മരങ്ങളുണ്ട്. പുല്ലുകൾ ഉണങ്ങിയതാണെങ്കിലും അല്ലെങ്കിൽ പച്ചപ്പുള്ള സമയത്തും വളർന്നു നിൽക്കുന്നുണ്ട്. അതിനിടയ്ക്കൊക്കെ ഇരിക്കുകയും ചെയ്യാം. ഒരു ദിവസം അവിടെ ഒരു ചെമ്പക മരമുണ്ട്. അത് നന്നായിട്ട് കുലുങ്ങുന്നു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇല്ലേ മാഡം, വെളുത്ത് തുടുത്ത് സുന്ദരനായ ഒരു ചെക്കനും ഒരു പെണ്ണുമാണ്. പെണ്ണ് ചെമ്പകമരത്തിൽ ചാരി നിൽക്കുകയാണ്.
ചെമ്പകമരം കുലുങ്ങുന്നത് എന്താണെന്ന് എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. രണ്ടുപേരും പരിസരബോധം മറന്നിരിക്കുകയാണെന്ന് എനിക്ക് തോന്നി. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയില്ല, അത്രയും നാളും എനിക്കുണ്ടായിരുന്ന വെറുപ്പ് മാറിക്കിട്ടി. മനോഹരങ്ങളായ രണ്ടാളുകൾ, അവർ ഒന്നിക്കുന്നത് കാണാൻ നല്ല രസമാണല്ലോ എന്ന് എനിക്ക് തോന്നി മാഡം. നട്ടുച്ചക്കലത്തെ വെയിലാണ്, ഒരു 2:30 ആയി കാണും കേട്ടോ. ആ സമയത്ത് വെയിലിൻ്റെ തീഷ്ണത ഊഹിക്കാമല്ലോ. അവർക്ക് രണ്ടുപേർക്കും വെയിലൊന്നും ഒരു ചൂടേയല്ല. കാര്യം അതിലും വലിയ ചൂടാണല്ലോ അവിടെ അവരുടെ മനസ്സിലുള്ളത്. ഞാൻ നോക്കുമ്പോഴേക്കും അവിടെ ആ പെൺകുട്ടിക്കാണ് കൂടുതൽ ആവേശം എന്ന് എനിക്ക് തോന്നിപ്പോയി. രാഹുലെ രാഹുൽ എന്ന് വിളിക്കുന്നത് ചെറിയ ശബ്ദമാണെങ്കിലും എനിക്ക് കേൾക്കുന്നുണ്ട്. ഓ, അപ്പോൾ ഇവള് പണ്ട് തൊട്ടേ രാഹുലെ രാഹുലെ എന്ന് വിളിച്ച് പഠിക്കുന്നതാണ്. ഇവർ രണ്ടുപേരും കൂടി പുതുതായിട്ട് തുടങ്ങിയൊന്നുമല്ല. പിന്നെ ഇവിടെ വന്നപ്പോൾ ഒരു സൗകര്യം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു, അത്രയേ ഉള്ളൂ. ഇങ്ങനെ പല സീനുകളും കാണാൻ തുടങ്ങി മാഡം. പിന്നീട് ഉച്ച കഴിയുമ്പോഴേക്കും എല്ലാം ഒതുക്കിയിട്ട് ഞാൻ ജനലിൻ്റെ സൈഡിൽ പോയിരിക്കും. ചില സമയത്ത് പൂർണ്ണമായ പല കാര്യങ്ങളും കാണാൻ പറ്റും. ചിലപ്പോൾ കുസൃത്തരങ്ങളായിരിക്കും, ചിലപ്പോൾ പെൺകുട്ടികൾ ആദ്യമായിട്ട് ആണിൻ്റെ കൂടെ അവിടെ വരുന്നതായിരിക്കും. ആ സമയത്ത് അവന്മാർ ഒത്തിരി പണിപ്പെട്ടായിരിക്കും അവളുമാരെ ഒന്ന് കൺവിൻസ് ചെയ്യുന്നത്. ഇങ്ങനെ പല പല കാര്യങ്ങളും ഞാൻ കാണാൻ തുടങ്ങി. ഈ ലോകം ഞാൻ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല. ഇരുണ്ട വശവും തെളിഞ്ഞ വശവും ഒക്കെയുണ്ട്. ഇതിനെയൊക്കെ വെറുതിരുന്ന് എനിക്ക് ആ കാഴ്ചകളാണ് ആനന്ദകരം. എൻ്റെ ഭർത്താവ് വൈകിട്ട് വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ആനന്ദമില്ല. ഞാൻ വിലയ്ക്ക് വാങ്ങിയ ഒരു പാവയാണെന്നേ തോന്നാറുള്ളൂ. വേറെ ഓപ്ഷൻസ് ഒന്നുമില്ലാതെ ജീവിച്ചു പോകുന്നു. പക്ഷേ ഈ ഒരു സംഭവം ആസ്വദിക്കാൻ തുടങ്ങിയതോടുകൂടി എൻ്റെ ജീവിതം ആകെ മാറി മറിഞ്ഞു. കാരണം എൻ്റെ ഉള്ളിലും രസകരമായ വിചാരവികാരങ്ങൾ നിറഞ്ഞു തുടങ്ങി. ചില സമയത്തൊക്കെ ഞാനിങ്ങനെ കാതോർക്കും. ചില ദിവസങ്ങളിൽ ശുഷ്കമായിരിക്കും. വരുന്ന ആൾക്കാരെ കാണാനും വലിയ ഭംഗിയൊന്നുമില്ല. സത്യമായി ഞാൻ ഒരു കാര്യം പറയാം മാഡം, നല്ല ഭംഗിയുള്ള രണ്ടുപേരാണെങ്കിലേ എനിക്ക് ഒരു രസം തോന്നുകയുള്ളൂ. ഇനിയിപ്പോൾ ഭംഗിയൊന്നുമില്ലാത്ത രണ്ടുപേരാണെങ്കിൽ എനിക്കതിൽ ചെറിയ കൗതുകമേ ഉള്ളൂ. ചില സമയത്തൊക്കെ സിനിമാ നടന്മാർ പോലും തോറ്റുപോകുന്ന ആണുങ്ങൾ വരും. അതേപോലെ അടിപൊളിയായിട്ടുള്ള പെൺകുട്ടികളും. അവർ തമ്മിലുള്ള സ്നേഹപ്രകടനങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെ കണ്ട് കണ്ട് ആസ്വദിച്ചിരുന്ന ഞാൻ പിന്നീട് കൂടുതൽ ആഴങ്ങളിലേക്ക് കളം വരച്ച് അത് ആസ്വദിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇത്രയും വർഷമായിട്ടുള്ള എൻ്റെ ഫ്രസ്ട്രേഷനൊക്കെ മാറി തുടങ്ങിയത്. എനിക്ക് എന്നെ തന്നെ അകക്കണ്ണുകൊണ്ട് ചുഴറ്റി ചുഴറ്റി കാണാമെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ നിർവൃതി ഞാൻ നേടിയെടുക്കും. ഭർത്താവ് അവിടെ എന്തെങ്കിലും കാണിച്ചോട്ടെ, പ്രശ്നമില്ല. എനിക്ക് പാറയുണ്ട്, പാറയിൽ വരുന്ന കുട്ടികളുണ്ട്. അവരാണെൻ്റെ സ്വർഗ കവാടത്തിൻ്റെ വാതിൽ. ഈ നയനാനന്ദകരമായ കാഴ്ച എനിക്ക് സമ്മാനിച്ച പ്രകൃതിയോട് ഒത്തിരി ഒത്തിരി നന്ദി ഞാൻ പറഞ്ഞു. യൂട്യൂബിലും മറ്റും ആളുകൾ ഈ വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അസ്വസ്ഥയാണ് തോന്നിയത്. പക്ഷേ ഇപ്പോൾ ഞാൻ കോടാനുകൂടി നന്ദി പറയുകയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പാറയിൽ നിന്ന് ഇങ്ങോട്ടിറങ്ങാൻ പറ്റില്ല. കുറേ ദൂരം നടന്നെങ്കിൽ മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവർ ഇങ്ങോട്ടിറങ്ങി വന്ന് നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. എന്നാലോ ക്ലിയർ ആയിട്ടുള്ളൊരു വ്യൂ കിട്ടുകയും ചെയ്യും. ശരിക്കും എൻ്റെ ജീവിതത്തിൽ TV-യും സീരിയലും ഒക്കെ ഞാൻ ഉച്ച കഴിഞ്ഞ് ഒഴിവാക്കി. എന്തിന്, ഉച്ചയുറക്കം പോലും ഒഴിവാക്കി. എല്ലാ ദിവസവും എന്തെങ്കിലും സീനുകളൊക്കെ കാണും. പിന്നെ ചില സമയത്ത് ആൺകുട്ടികൾ 2 പേരും കൂടെ വരും. അതൊക്കെ കണ്ട് എനിക്ക് അത്ഭുതമായിരുന്നു മാഡം. ഞാനതൊക്കെ ജസ്റ്റ് കേട്ടിട്ടേ ഉള്ളൂ. ഇത് യഥാർത്ഥമാണെന്നുള്ള കാര്യം പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. നമ്മളിപ്പോൾ പല കാര്യങ്ങളും കേൾക്കുമ്പോൾ അങ്ങനെയൊന്നും ലോകത്തിൽ നടക്കില്ല എന്ന് പറയും. പക്ഷേ അങ്ങനെയല്ല. വളരെ വളരെ വ്യത്യസ്തമായ കാര്യങ്ങൾ ഈ ലോകത്തിൽ നടക്കുന്നുണ്ട്. അത് എനിക്ക് വെളിവാക്കിയത് പാറയിലെ ആളുകളുടെ കൂട്ടങ്ങളാണ്. ആദ്യമൊക്കെ ഈ ഭാഗത്ത് ഉച്ച കഴിഞ്ഞ് മാത്രമേ ആളുകൾ കൂടുതൽ വരികയുള്ളൂ. അതിന് കാരണം 2-3 മരങ്ങൾ നിൽപ്പുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് ഉച്ച കഴിയുമ്പോൾ മാത്രമേ കുറച്ച് തണൽ തരുന്ന രീതിയിലാകുകയുള്ളൂ. പ്രകാശം ഒരു വഴിക്ക് ചരിഞ്ഞു വരുന്നതുകൊണ്ട് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് നിന്നാൽ വെയിൽ കൊള്ളാതെ അവർക്ക് നിൽക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഒരു 2 മണി കഴിഞ്ഞിട്ടാണ് കൂടുതൽ ആളുകൾ വരുന്നത്. അല്ലാതെ ആളുകൾ വന്ന് ജസ്റ്റ് നോക്കിയിട്ടങ്ങ് പോവുകയുള്ളൂ. പക്ഷേ ഇങ്ങനെ ആളുകൾ പറഞ്ഞായിരിക്കാം അവിടെ പ്രശസ്തി ആയതിൽ പിന്നെ രാവിലെ 9 മണിക്ക് 10 മണിക്കൊക്കെ അതിൻ്റെ മുകളിൽ ആളുകളുടെ സാന്നിധ്യം കാണാം. പിന്നീട് ഞാൻ ശ്രദ്ധിച്ചു. കാര്യം ടൗണിലൊക്കെ നിൽക്കുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ, അവരെയും കൊണ്ട് പല ആൾക്കാരും ഇവിടെ ഒരു സുരക്ഷിത പ്ലേസായിട്ട് വരാൻ തുടങ്ങി. 10, 40, 45, 50 വയസ്സായി കുടുംബമൊക്കെ പോറ്റാൻ വേണ്ടി നടക്കുന്ന ചേച്ചികൾ, എല്ലാം തോലുമായ അവരെ കാണുമ്പോൾ എനിക്ക് തന്നെ സഹതാപം തോന്നും. അതുമാത്രമല്ല, ചിലരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. എന്തൊരു പേക്കോലമാ എന്ന് തോന്നും. പക്ഷേ അവരുടെ കൂടെ
കൂടെ വരുന്ന ആൺകുട്ടികളെ കാണുമ്പോൾ എനിക്ക് അത്ഭുതമാണ്. ദൈവമേ, ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെയൊക്കെ ഇത്രയും സുന്ദരമായ ചെക്കന്മാർ, അതും 18 19 വയസ്സുള്ള ചെക്കന്മാരൊക്കെ എങ്ങനെ ഇഷ്ടപ്പെടുന്നു? ഇതിൻ്റെ മാജിക്ക് എന്താണ്? കുറച്ചെങ്കിലും സൗന്ദര്യം നോക്കില്ലേ ആണുങ്ങൾ? സൗന്ദര്യത്തിൻ്റെ മേലുള്ള മിഥ്യാധാരണകൾ എനിക്ക് പലപ്പോഴും ഉണ്ടായിരുന്നു. അതൊന്നും ശരിയല്ലെന്ന് ആ കാഴ്ചകൾ എന്നെ തെളിയിച്ചു. കാര്യം 60 വയസ്സുള്ള ചേച്ചിമാർക്കും ഈ പറഞ്ഞതുപോലെ കൊച്ചു പയ്യന്മാർ കൂട്ടിനായിട്ടുണ്ട്. ഞാൻ ഭർത്താവിനോട് ഇതിനെക്കുറിച്ച് അധികമൊന്നും പറയാൻ പോയില്ല. കാര്യം ഞാനിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എൻ്റെതായ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സംശയമില്ലെന്ന് തോന്നിയെങ്കിലോ, അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും പറയില്ല. ഭർത്താവിന് ഇവിടെ ചില വിളയാട്ടങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നറിയാം. പുള്ളിക്ക് പക്ഷേ അതിലൊന്നും പ്രശ്നമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, അവർ എന്താ വെച്ചാൽ കാണിച്ചോട്ടെ, നമുക്ക് ശല്യമൊന്നുമില്ലല്ലോ എന്ന് പറയും. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് പുള്ളിയോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ പോയില്ല. അല്ലെങ്കിലും വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന സ്വഭാവം അങ്ങേർക്കില്ലല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല മാഡം. ഒരു ദിവസം ഞാൻ ഉച്ച കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു 10-40 വയസ്സായ ഒരു ചേച്ചിയും ഒരു നല്ല ചെക്കൻ, നല്ല സുന്ദരൻ പയ്യനും കൂടി ആ പാറയുടെ മുകളിലേക്ക് വരുന്നത് കണ്ടു. അവർ ചെമ്പകമരത്തിൻ്റെ ഇപ്പുറത്തുള്ളൊരു മരത്തിൻ്റെ അവിടെ വന്നു നിന്ന് അവരുടേതായ ചില നൃത്ത കലാപരിപാടികളിലേക്ക് കടക്കുന്നത് ഞാൻ കണ്ടു. ഞാനത് ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരും കൂടെ എന്തോ ഉടക്ക് ആ സ്ത്രീ ചെവി പൊട്ടുന്ന തെറി പറഞ്ഞത് കേട്ടു. അത് കഴിഞ്ഞ ശേഷം അവനെ പിടിച്ച് തള്ളിയിട്ട് അവർ പോകുന്നതും കണ്ടു. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ആ സ്ത്രീ ഭയങ്കരമായിട്ടാണ് ദേഷ്യപ്പെട്ടിട്ട് പോയത്. എനിക്ക് അധികം അങ്ങോട്ട് ക്ലിയറായിട്ട് കേൾക്കുന്നില്ല, എങ്കിലും പച്ചത്തെറിയാണ് പറഞ്ഞതെന്ന് എനിക്കറിയാം. ചെക്കൻ എന്തോ പോയ അണ്ണാനെ പോലെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഞാൻ നോക്കഴിഞ്ഞപ്പോഴേക്കും ചെക്കൻ മരത്തിൽ ചാടി നിൽക്കുകയാണ്. അവൻ എനിക്ക് തോന്നുന്നു ആദ്യം വല്ലതുമായിരിക്കാം. അതുകൊണ്ട് നന്നായിട്ട് ഞെട്ടിയിട്ടുണ്ട്. എന്താണെന്നൊന്നും എനിക്കറിയില്ല. ചെക്കൻ മരത്തിൽ ചാടി നിൽക്കുകയാണ്. അവനാണെങ്കിൽ അവരുടെ പുറകിട്ട് പോകുന്നുമില്ല. ആകെക്കൂടി ഒരു കൺഫ്യൂഷനാണെന്ന് തോന്നുന്നു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ചെക്കൻ തുടങ്ങിയ പടി ഇങ്ങനെ വിഷണ്ണനായി നിൽക്കുകയല്ലേ. അപ്പോൾ ഞാനും ചില നാടൻ ശീലുകൾ കണ്ടുപോയി. കാര്യം ചെക്കൻ അതൊക്കെ മറന്നു പോയിരുന്നു. അവൻ അവിടെ ആരുമില്ലല്ലോ, അതുകൊണ്ട് തുടങ്ങി വെച്ചതുപോലെ തന്നെ നിൽക്കുകയാണ്. എനിക്കാണെങ്കിൽ കണ്ടിട്ട് എന്തോ, അവൻ പാവമാണ്. ഇത്രയും സുന്ദരനായ പയ്യൻ ഇങ്ങനൊരു ഗതികേടിന് കാരണമാകേണ്ട കാര്യമുണ്ടോ? അവളെ കണ്ടു കഴിഞ്ഞാൽ ഒരു കാശിനും കൊള്ളില്ല. എന്നാലോ തുടങ്ങി വെച്ചിട്ട് അവനെ തെറി വിളിച്ചിട്ട് പോവുകയും ചെയ്തു. തുറന്നു കിടക്കുന്ന ജാലക വഴിയിലൂടെ അകത്തേക്ക് നോക്കിയപ്പോൾ ശീലാന്തി വിളക്കുകൾ മച്ചിൽ തൂങ്ങിയാടുന്നത് ഞാൻ കണ്ടു എന്നുള്ള ഭാവം എനിക്കുണ്ടായിരുന്നു. പാവൻ ചെക്കൻ. ആ നിമിഷം എൻ്റെ മനസ്സ് മാറിപ്പോയി. ഞാൻ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി വീടിൻ്റെ പുറകിലേക്ക് ചെന്നു. അപ്പോൾ ചെക്കൻ നിൽക്കുന്നതിന് നേരെ താഴെയായിട്ട് വരും. ഞാൻ അവനെ നോക്കി. അവൻ എന്നെ കണ്ടു. ആ സമയത്ത് ഞാൻ മൂക്കത്ത് വിരൽ വെച്ചു. അവന് കാര്യം മനസ്സിലായി. അവൻ പെട്ടെന്ന് തുറന്നിട്ട ജാലകങ്ങൾ അടച്ചു. ഞാനപ്പോൾ താഴെ നിന്ന് പൊട്ടി പൊട്ടി ചിരിച്ചു. പക്ഷേ എൻ്റെ ചിരി അവനങ്ങനെ കേൾക്കാൻ പറ്റില്ല. എങ്കിലും വ്യക്തമായിട്ട് കാണാം അവൻ ചമ്മി നിൽക്കുകയാണ്. പോകാൻ തുടങ്ങുന്നു. ആ സമയത്ത് ഞാൻ പെട്ടെന്നോർത്തു, ഇവനെ വെറുതെ വിട്ടുകൂടാ. ഇവൻ നല്ലൊരു പയ്യനാണ്, അതും തുടക്കക്കാരൻ. ഞാൻ അവനെ അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു സിഗ്നൽ അങ്ങ് കൊടുത്തു. നല്ല പച്ച സിഗ്നൽ. അവൻ എന്നെ അത്ഭുതത്തോടുകൂടി നോക്കി. ഞാനൊന്നും മിണ്ടിയില്ല. അവനോട് ഞാൻ കണ്ണടച്ച് കാണിച്ചു, ഇവിടെ എല്ലാം സുഭദ്രം. ചേച്ചി മാനസ സരസിൽ നീന്തി തുടിക്കുന്ന ഒരരയന്ന പിടയാണ്. എൻ്റെ ഇണയരയന്നം ഇവിടെ ഇല്ല എന്നുള്ള കാര്യം പോലെയായിരുന്നു എൻ്റെ മുഖഭാവം. അവൻ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല മോനെ, ദേ അതുവഴി പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാം, കുറേ ദൂരം പോകണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഒരു ആക്ഷൻ സോങ് തന്നെ ചെക്കനെ കാണിച്ചു കൊടുത്തു. ഞാൻ അങ്ങോട്ട് വരട്ടെ, ഉറപ്പല്ലേ എന്ന് അവൻ എന്നോട് 2-3 വട്ടം ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉറപ്പാണ്, ഇവിടെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ മാനസ സരസ് ഇപ്പോൾ നിശ്ചലമാണ്. ഒരു അരയന്നം വന്ന് പറന്നിറങ്ങിക്കഴിഞ്ഞാൽ ഓളം അടിക്കും എന്ന് ഞാൻ അവനെ കൈകൊണ്ട് കാണിച്ചു പറഞ്ഞപ്പോൾ അവന് കാര്യം മനസ്സിലായി. പോയത് പോട്ടെ, പോയവൾ ഒരു താടക, കിട്ടിയത് എന്നെപ്പോലൊരു അപ്സരസ്. ഞാൻ എന്നെ തന്നെ പുകഴ്ത്തുക. പക്ഷേ എന്തായാലും ആ സ്ത്രീയേക്കാൾ 10 മടങ്ങ് സുന്ദരിയാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. എൻ്റെ മോനാണെങ്കിൽ മിക്കവാറും അമ്മയുടെ കൂടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അനുകൂലമായ സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. എൻ്റെ ഭർത്താവ് വരാനുള്ള സാധ്യത വളരെ വളരെ കുറവുമാണ്. ആ ചെക്കൻ ഒരു 10 മിനിറ്റ് എടുത്തു പാറയുടെ മറ്റു സൈഡിൽ കൂടി ഞങ്ങളുടെ വീടിൻ്റെ വഴിയിലേക്ക് വരാൻ. ഞാൻ അവനെ
കാത്തു നിന്ന് സ്വീകരിച്ചു. ആരെങ്കിലും അതുവഴി പോകുന്നുണ്ടോ നോക്കി. പക്ഷെ ഭാഗ്യത്തിന് ആരുമില്ല. മറ്റേ വീട്ടിലെ ചേച്ചിയും അവിടെ ഇല്ലെന്ന് തോന്നുന്നു. അവരുടെ വാതിലും അടഞ്ഞു കിടക്കുകയാണ്. ഞാൻ അവനെ വേഗം അകത്തേക്ക് ക്ഷണിച്ചു. അവൻ യാതൊരു സങ്കോചവുമില്ലാതെ അകത്തേക്ക് കയറി. ഞാൻ അവനെ അടിപിടി നോക്കിയായിരുന്നു. എന്തൊരു സുന്ദരനായ ഒരു പയ്യനാണ്. സൂപ്പർ. ഇങ്ങനൊരു പയ്യനെ എനിക്ക് സ്വപ്നത്തിൽ പോലും കിട്ടില്ലെന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാൻ അവനെ ഇരുത്തി ഇത്തിരി വെള്ളമൊക്കെ കൊടുത്തു. ചോദിച്ചു, മോനെ എന്താ അവിടെ നടന്നത്? നിനക്ക് എന്താ പറ്റിയത്? എത്ര വയസ്സുണ്ടെന്ന്? അവൻ പറഞ്ഞു, 19 വയസ്സ്, ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഇപ്പോഴേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചോ കുട്ടാ? നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ ഒരു ഫ്രണ്ട് സ്ഥിരമായിട്ടിവിടെ വരാറുണ്ട്. അവനാണിത് പറഞ്ഞു തന്നത്. പക്ഷേ ആ ചേച്ചി നല്ലൊരു ചേച്ചിയായിരുന്നു. ഇന്ന് പക്ഷേ എനിക്കൊരു അവസരം ഒത്തു കഴിഞ്ഞപ്പോഴേക്കും ആ ചേച്ചി അവൈലബിൾ അല്ല. ആ ചേച്ചിയുടെ ഒരു കൂട്ടുകാരിയാണ് ഈ ചേച്ചി. അങ്ങനെയാണ് വന്നത്. പിന്നെ എന്താടാ അവിടെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വലിയ പ്രശ്നമുണ്ടായത്? അവരെന്തിനാ തെറി വിളിച്ചെന്ന്? അപ്പോൾ അവൻ പറഞ്ഞു, ചേച്ചി തുടങ്ങി ഇത്തിരി കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ് അവർക്ക് 1000 രൂപ വേണമെന്ന്. 500 രൂപ എൻ്റെ കയ്യിലുള്ളൂ. അത് പറഞ്ഞ് ഉറപ്പിച്ചിട്ടാണ് വന്നത്. പക്ഷേ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവരെന്നോട് അടുത്തു വന്ന് പറയുകയാണ് മുന്നോട്ട് പോകണമെങ്കിൽ 1000 രൂപ വേണം. ഇപ്പോൾ 1000 തന്നെ തരണമെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർ കണ്ണു പൊട്ടുന്ന ചില വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് അങ്ങ് പോയി ചേച്ചി. അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുകയായിരുന്നു. എനിക്കാണെങ്കിൽ അവരുടെ പുറകെ ഇറങ്ങിപ്പോകാൻ പേടി. കാര്യം അങ്ങോട്ട് ചെല്ലുമ്പോൾ ആളുകളൊക്കെ ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് തെറിയോ മറ്റോ എന്നെ വിളിച്ചെങ്കിലോ എന്നോർത്ത് ഞാൻ അവിടെ നിന്നതാണ്. അതുകൊണ്ടാണ് എല്ലാം ഞാൻ മറന്നുപോയത്. ഭാഗ്യത്തിന് ചേച്ചി താഴെ നിന്ന് ദർശന സൗഭാഗ്യം ദർശിച്ച് എനിക്കും നട തുറക്കാനൊരു അവസരം തന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല ഈ പാറയിൽ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഞാനിവിടെ നിന്ന് കാണാറുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല, വൈകുന്നേരം വരൂ. മോനാണെങ്കിൽ എൻ്റെ അമ്മയുടെ കൂടെ പോയിരിക്കുകയാണ്. പിന്നെ ഞാനിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നീ ഒരു കൊച്ചു പയ്യൻ, സുന്ദരൻ, ആദ്യമായിട്ടായിരിക്കും എനിക്ക് തോന്നി. നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിക്ക് അങ്ങ് വിഷമമായെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ചേച്ചി ശരിക്കും ഒരു സുന്ദരിയാണ്. ആ സ്ത്രീ ശരിക്കും ഒരു കൂതറ സ്ത്രീയാണ്. എനിക്ക് എന്താണ് അങ്ങനെ തോന്നിയെന്നറിയില്ല. ആരായാലും മതി എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായി പോയി ചേച്ചി. ചേച്ചിനോട് ക്ഷമിക്കണം. ഇനി ചേച്ചിയാണ് എൻ്റെ മാലാഖ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വീണണ്ട നീ വിഷ്ണുലോകം നോക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നെ നീ അങ്ങ് പൊക്കി പറയുകയൊന്നും വേണ്ട. അല്ലെങ്കിലും എനിക്ക് നിന്നെയാണല്ലോ ഇഷ്ടമായത്, നിനക്ക് എന്നെയല്ലോ എന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, പോ ചേച്ചി, ചേച്ചി എന്നെ വിളിച്ചത് എൻ്റെ ഭാഗ്യമാണ്. നനച്ചിരിക്കാതെ ഓണം ബമ്പർ അടിച്ചതുപോലെയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരിയാണ്. എങ്കിലും ആ സ്ത്രീ തൊട്ടതൊക്കെയല്ലേ, പോയൊന്ന് കുളിച്ചിട്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പോയി കുളിച്ചിട്ട് വന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയാണ് മോനി ചേച്ചി ആരാണെന്ന് നിനക്കറിയാൻ പോകുന്നതെന്നും. ഞാൻ ഓർത്ത ഒരു കാര്യമുണ്ട്. എൻ്റെ ഭർത്താവ് അങ്ങനെ നിർബന്ധിക്കുകയാണ്. പക്ഷേ ഇവനോ ഒരു പൊന്നിൻകുട്ടൻ, എൻ്റെ പൊൻകുട്ടൻ. എങ്കിൽ പിന്നെ എനിക്കെന്താ ഒരു മടിയുമില്ല. ചേച്ചി കഴുത്ത് വേദനിച്ചാലും എൻ്റെ പൊന്നു മോനെ ഇന്ന് കരകാട്ടമാടുമെന്ന് അവനെ പറഞ്ഞു ബോധ്യമാക്കിയില്ല. ചേച്ചി പ്രവൃത്തിയിൽ അങ്ങ് ബോധ്യമാക്കി കൊടുത്തു. ചെക്കൻ ശരിക്കും ഞെട്ടിവിറച്ചു പോയി മാഡം. ഇത്രയും നാളുമുള്ള എൻ്റെ മനസ്സിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഒഴുകിയിറങ്ങിപ്പോയ ഒരു മധ്യാഹ്ന നേരമായിരുന്നു അത്. അന്ന് പിന്നെ ഞാൻ അവനോട് അവൻ്റെ ഫാൻറ്റസിയെല്ലാം എന്നിലേക്ക് ആവേഗത്വരയോടെ സന്നിവേശിപ്പിക്കാൻ പറഞ്ഞു. ചെക്കനല്ലേ, അവന് ഒത്തിരി ഒത്തിരി ഇഷ്ടമല്ലേ എന്നെ. അങ്ങനെ ശരിക്കും ഞാൻ ഒരു സ്വർഗീയ മാലാഖ സ്ത്രീയായി ആ മാനസ സരസിൽ അത്യധികമായ ഓളമുണ്ടാക്കി തുഴഞ്ഞു തുഴഞ്ഞു പോയി. ചെക്കന് ഞാനും എനിക്കവനും വളരെ വളരെ മനോഹരമായ നീലരാവുകൾ സമ്മാനിക്കാൻ പോകുന്ന ഒരു ബന്ധത്തിൻ്റെ തുടക്കമായിരുന്നു അത്. അന്ന് ഞാൻ അലിഞ്ഞാടി ഉറഞ്ഞാടി മധുരോധാരം മധുരധരം മധുരം കുഴച്ചെടുത്ത മധ്യാഹ്ന പൂജ. എന്തായാലും ചെക്കൻ പോകാൻ നേരത്ത് എന്നോട് പറഞ്ഞു, ഐ ലവ് യു ചേച്ചിന്ന്. ശരിക്കും കന്നിമഴ അന്നാണ് പെയ്തതെന്ന് എനിക്ക് തോന്നിപ്പോയി. എനിക്കവനോട് ഒത്തിരി ഇഷ്ടമാണ് തോന്നിയത്. അവൻ പോരാൻ നേരത്ത് 500 രൂപ എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ഞാൻ പറഞ്ഞു, മോനെ പൈസയ്ക്ക് വേണ്ടിയിട്ടില്ല, നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന്. അവൻ പറഞ്ഞു, അതൊക്കെ ആയിക്കോട്ടെ, ചേച്ചിയുടെ കയ്യിൽ ഇത് വെക്കൂ, എൻ്റെ സന്തോഷമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പോയി. അടുത്ത ആഴ്ച വട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വന്നോളാൻ. അങ്ങനെ അവൻ അടുത്ത വട്ടം വന്നു കഴിഞ്ഞപ്പോൾ എനിക്കവൻ 1000 രൂപ സന്തോഷധനമായി തന്നു. പിന്നെ അവനോട് ചോദിച്ചു, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് ചേച്ചി. ഞാൻ പറഞ്ഞു, നല്ല ആളുകളാണെങ്കിൽ ഓക്കെ എന്ന്. മാഡം അങ്ങനെ പറഞ്ഞ് അവനായിട്ട് എനിക്ക് ഒത്തിരി കണക്ഷൻസ്
ഉണ്ടാക്കി തന്നു. അതുമാത്രമല്ല, എനിക്ക് ധൈര്യമായി ഓരോ തവണയും കിട്ടുന്ന പണം അത് നന്നായി എന്നെ സ്വാധീനിച്ചു മാഡം. പിന്നെ മുകളിൽ നിൽക്കുന്ന ചില ആളുകളെയൊക്കെ ഞാൻ നോക്കി ചിരിക്കുകയും ചില സിഗ്നൽ സ്ട്രെങ്തുകൾ കൂട്ടുകയും ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പാറയുടെ മുകളിൽ നിന്നും പല ആൾക്കാരും ഇങ്ങോട്ട് വരാൻ തുടങ്ങി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാരായ കോളേജ് പിള്ളേർക്കിടയിൽ ഞാൻ പെട്ടെന്ന് തന്നെ അറിയപ്പെട്ടു തുടങ്ങി. എനിക്ക് വർക്ക് ലോഡ് കൂടിക്കൂടി വന്നു മാഡം. പിന്നെ പല ആളുകളും കണക്ഷൻസ് ഒന്നിന്മേൽ ഒന്നായി പോയി പണം കുമിഞ്ഞുകൂടാൻ തുടങ്ങി. വേറൊരു അക്കൗണ്ട് ഉണ്ടാക്കി ഞാനതിൽ ഇടാൻ തുടങ്ങി. ഭർത്താവ് അറിഞ്ഞതേയില്ല. പക്ഷേ കഴിഞ്ഞ മാസം ഒരു സംസർഗം എൻ്റെ ഭർത്താവ് കണ്ടുപിടിച്ചു. ഇത്രയും കാലമായിട്ട് അദ്ദേഹം ഉച്ചയ്ക്ക് വന്നിട്ടില്ല. പക്ഷേ എവിടെയും ചില ടെസ്റ്റുകൾ നടക്കുമല്ലോ. അങ്ങനെ കൈയോടെ പിടിക്കപ്പെട്ടു മാഡം. പുള്ളി അന്ന് തന്നെ ഇവിടെ വിട്ടുപോയി. അദ്ദേഹത്തിന് മറ്റേതോ സ്ത്രീയുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. ആ സ്ത്രീയുടെ വീട്ടിലാണ് ഇപ്പോൾ താമസം. ഞാനുമായിട്ട് യാതൊരു ബന്ധവും ഇനിയില്ലെന്നാണ് പുള്ളി പറയുന്നത്. എൻ്റെ അമ്മ വന്നെന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. ഒരിക്കലും ഇങ്ങനെ പാടില്ലെന്ന്. ഞാൻ പറഞ്ഞു ഈ മനുഷ്യനേക്കാൾ നല്ലത് ഇത് തന്നെയാണെന്ന് പറഞ്ഞു. എൻ്റെ അമ്മയ്ക്ക് എന്നോട് നീരസമുണ്ട്. എങ്കിലും ഇപ്പോൾ ഭർത്താവില്ലല്ലോ. മറ്റു ജോലിക്കൊന്നും ഞാൻ പോകുന്നുമില്ല. ഇത് തന്നെ വരുമാനം. എനിക്കറിയാം ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ കര കയറാൻ പറ്റില്ലെന്ന്. എങ്കിലും എനിക്കിപ്പോൾ ഇതുമായി മുന്നോട്ട് പോയേ പറ്റുകയുള്ളൂ. സാഹചര്യങ്ങൾ എന്നെ ഇങ്ങനെയാക്കി മാഡം. അത് ഒരു തെറ്റാണെന്ന് പറയാനാകുമോ? മാഡം എൻ്റെ സിറ്റുവേഷൻ കേട്ടിട്ട് എനിക്ക് ഒരു മറുപടി തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം ആദ്യമേ പറയാം. ഈ കഥ കേട്ടിട്ട് ഇത് കഥയല്ല, ഈ യഥാർത്ഥ സംഭവമാണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ 99.99% ഉത്തരവാദിയും നിങ്ങൾ തന്നെയാണ്. കാര്യം നിങ്ങളുടെ ഭർത്താവിന് ഒരു സ്ഥിരം പാറ്റേൺ ഉണ്ട്. അത് വെച്ച് അയാൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. നിങ്ങളതിൽ സംതൃപ്തിയുമായിരുന്നു. പക്ഷേ നിങ്ങളായിട്ട് പല കാഴ്ചകളും കണ്ട് അതിൽ അഡിക്റ്റായി നിങ്ങൾ തന്നെയാണ് ഒരാളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. അത് പിന്നെ കണക്ഷനായി പോയിട്ട് നിങ്ങൾക്ക് പണം കിട്ടി, വരുമാനമായി. നിങ്ങൾ അതിൻ്റെ പിറകെ പോയി ഒത്തിരി പണം സമ്പാദിച്ച് ജീവിച്ചു. അത് ഭർത്താവ് കണ്ടുപിടിച്ചു. ആ സമയത്ത് അങ്ങേര് നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞു പോയി. പക്ഷെ അങ്ങേർക്ക് ധാരാളം കണക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങേര് വേറേതോ പെണ്ണുങ്ങളോട് താമസിക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേര് നേരത്തെ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും നിങ്ങളുടെ ജീവിതം ഒരു പ്രത്യേക പാറ്റേണിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശാന്തി സമാധാനം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അതെല്ലാം പോയി നിങ്ങൾ ഇത്തരമൊരു കാര്യത്തിലേക്ക്, തൊഴിലിലേക്ക് ഇറങ്ങാൻ നിർബന്ധിതയായി. അല്ലെങ്കിൽ നിങ്ങളത് ഇഷ്ടപ്പെട്ട് അതിലേക്ക് പോകാനിടയായി. നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും സ്ത്രീകൾ ഈ വഴിക്ക് പോയി പണം സമ്പാദിക്കുന്നു ഉപദേശിക്കാൻ പറ്റുമോ? അതൊരു സ്ത്രീയുടെ ജീവിതത്തിൽ നടന്ന നല്ല കാര്യമാണെന്ന് നമുക്ക് ആശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെ ഒന്നും പറ്റില്ല. ഒരിക്കൽ പോലും ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം ഇത് നിങ്ങൾ തുടങ്ങി വെച്ചതാണ്. നിങ്ങളുടെ ഭർത്താവ് പൈസ തരാത്തതുകൊണ്ടൊന്നും നിങ്ങൾ ഈ തൊഴിലേക്ക് ഇറങ്ങിയൊരു സ്ത്രീയല്ല. അപ്പം നിങ്ങൾക്ക് ഇതിലേക്ക് ഇറങ്ങിയതിൻ്റെ ഉത്തരവാദിത്തം 100% നിങ്ങളുടെ കയ്യിൽ മാത്രമാണ്. ഭർത്താവ് നല്ലവനാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നിരുന്നാലും ഭർത്താവ് എനിക്ക് ചിലവ് തരുന്നില്ല, എനിക്ക് ദാരിദ്ര്യമായിരുന്നു, അതുകൊണ്ട് ഈ വഴിക്ക് പോകേണ്ടി വന്നു എന്ന് പറയുന്നൊരു എക്സ്ക്യൂസ് പോലും നിങ്ങൾക്കില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് വിളിച്ചൊരു കാര്യത്തിന് പണം കിട്ടുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് പണത്തിനോട് താല്പര്യമുണ്ടായി എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങളുടെ സ്വന്തം റിസ്ക്കാണ്. നിങ്ങൾ സ്വന്തമായിട്ട് എടുത്ത തീരുമാനമാണ്. അതിപ്പം ഭർത്താവ് പോയാലും വന്നാലും ഇത് നിങ്ങൾ തുടർന്നാൽ അതിൻ്റെ നല്ല ഗുണങ്ങളും അനുഭവിക്കേണ്ടി വരും, ചീത്ത ഗുണങ്ങളും അനുഭവിക്കേണ്ടി വരും. അപ്പം രണ്ടും കൽപ്പിച്ച് മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. എന്തായാലും ഇത്തരം ഒരു വഴിയിലേക്ക് ആരും ഇറങ്ങല്ലെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. കാര്യം രസകരമാണെന്ന് തോന്നുമെങ്കിലും അത് മനുഷ്യന് റിസ്ക് ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒരു ജോലിയെടുത്ത് ജീവിക്കുന്നതിൻ്റെ അത്രയും അന്തസ്സ് ഒരിക്കലും ഈ ഒരു കാര്യത്തിനില്ലാത്തതുകൊണ്ട് ഞാനിതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കൂടുതൽ ഇതിനെക്കുറിച്ചിട്ട് എനിക്കൊന്നും പറയാനുമില്ല. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്, അല്ലാതെ വേറെ ആരുമല്ല.